ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഹനീഫ ദ റൂളർ. ഈ മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നുമില്ലടെ, ഒരു ആവറേജ് മൂവി. അങ്ങനെ വലിയ അടിപൊളി മൂവി എന്നൊന്നും പറയാനില്ല. ഒരു മൂവി അത്രയേ ഉള്ളൂ. എനിക്ക് ഇതിൽ ഇച്ചിരി ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് മോഹൻലാൽ വരുന്നൊരു കുറച്ച് ഭാഗമുണ്ട്. അത് കൊള്ളായിരുന്നു. ബാക്കി ഒക്കെ നോക്കിയാലും ആർക്കോ വേണ്ടി എന്തോ വേണ്ടി എടുത്തു വെച്ചൊരു സിനിമ, അത്രേ ഉള്ളൂ. കേട്ട് മറന്ന കഥ, വലിയ ഇതൊന്നുമില്ല. കുറേ കുറേ സാധാരണ കാണുന്ന പോലെ തന്നെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഒരു ട്രക്ക്, ആ ഒരു ടൈപ്പ് കഥയാണ്. കേട്ടു മറന്ന കഥ. പ്രത്യേകിച്ചൊരു വലിയ വാവ് ഫാക്ടറോ ഒന്നുമില്ല. ഭയങ്കര ലാഗ്, സ്ക്രിപ്റ്റ് ആവറേജ്, മൊത്തത്തിലൊരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നേ എനിക്ക് പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. പിന്നെ എനിക്ക് ഇത് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ പാട്ടൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. പിന്നെ ഇത് നമ്മൾ വൈശാഖാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വൈശാഖിൻ്റെ സിനിമ ആകുമ്പോഴേക്കും ടിപ്പിക്കലായിട്ടൊരു പ്രത്യേകത ഉണ്ടാവേണ്ടതാണ്. അത് പ്രതീക്ഷയാണ് എല്ലാവരും കാണാൻ പോകുന്നത്. പക്ഷേ പ്രത്യേകിച്ച് വലിയൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വൈശാഖിൻ്റെ സിനിമയിൽ ഒരു ആവറേജ് മോഡിലേക്ക് പോയി. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലെന്ന് തന്നെ പറയാം. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിനു വി എബ്രഹാമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബിജോയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം തരക്കേടില്ലാതെ എനിക്ക് തോന്നി. എഡിറ്റിങ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ സ്റ്റാൻഡെന്നൊക്കെ പറഞ്ഞ ഒരു ആവറേജ് സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വലിയ അടിപൊളി സ്റ്റാൻഡായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ പറയാനാണെങ്കിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്നാലും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി, അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. OTT വരുമ്പോൾ കാണാൻ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ. തിയേറ്റർ വാച്ച് ചെയ്യാനുള്ള ഒന്നുമില്ല. പിന്നെ ആകെ കൂടെ പറയാനുള്ള ഏക ഒരു പോസിറ്റീവ് ആ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ ആണ് അറിഞ്ഞിട്ടുള്ളത്. അത് മാത്രം അടിപൊളിയായിരുന്നു. ബാക്കിയൊന്നും കൊള്ളത്തില്ലായിരുന്നു. എന്തായാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ചെയ്യപ്പെടുന്നത്. എനിക്ക് നിങ്ങളൊന്നും പറഞ്ഞു. വൺ ലൈഫ് 1 ഡ്രീം മോട്ടിവേഷൻ. താങ്ക് യു.